ചോറിന് സൈഡ് ഡിഷ് ഒന്നുമില്ലേ? എങ്കിൽ വീട്ടിൽ സവാള ഉണ്ടോ? എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഹായ്, ഇറ്റ്സ് മീ സുലു ബ്ലോഗ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സവാള വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സവാള മാത്രം മതി, വെറും 5 മിനിറ്റിനിടയിൽ നമുക്ക് സൈഡ് ഡിഷ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കൊണ്ടാട്ടം തയ്യാറാക്കി, ഇതിന്റെ പേര് സവാള കൊണ്ടാട്ടം എന്നാണ്. സവാള കൊണ്ടാട്ടം ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന്റെ റെസിപ്പി അറിയേണ്ട കൂട്ടുകാരെ, വീഡിയോയിലേക്ക് കടന്നാലോ. അതിനായി ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നു. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് കിസ്മിസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കിസ്മിസ് ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കിസ്മിസ് ഒന്ന് മൂത്ത് വന്നു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ ഓയിലിൽ തന്നെ നമ്മൾ കുറച്ച് കാഷ്നട്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കാഷ്നട്ട് ഒന്ന് മൂത്ത് വന്നു. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ ഓയിലിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ കഴുത്തിയതാണ് കേട്ടോ. തേങ്ങ കഴുത്തിയത് ആ ഓയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വന്നു. ഇനി നമ്മൾ അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 3 സവാള സ്ലൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അതിൽ ഒരു സവാള മാത്രമേ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള 2 സവാള, ഈ ഒരു സവാള നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ബാക്കിയുള്ള 2 സവാള നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് കൂട്ടുകാരെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഫാമിലി മെമ്പർ ആവാൻ മറക്കരുത്. അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ നമ്മളുടെ സവാള ഒന്ന് ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. പിന്നെ കൂട്ടുകാർക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും കൂട്ടുകാരെന്ന് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ FBയിൽ കാണുകയാണെങ്കിൽ കൂട്ടുകാർ എന്ന് പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. FBയുടെ പേര് സുലു ബ്ലോഗ് എന്നാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്താൽ ഒരുപാട് കൂട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളുടെ വീഡിയോ എത്തത്തുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് അതൊരു വലിയ സപ്പോർട്ടാണ്. നമ്മൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് ബ്രൗൺ കളറായി വന്നു. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നമ്മൾ നേരത്തെ മൂപ്പിച്ച് മാറ്റി വെച്ചിരുന്ന സവാളയും തേങ്ങയും കാഷ്നട്ടും കിസ്മിസും പിന്നെ കറിവേപ്പിലയും കൂടിയുള്ള ആ ഒരു മിക്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായി നമുക്ക് മുഴുവനായി ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ചോറിന് നമ്മൾ സ്പെഷ്യലായിട്ട് തോരനൊന്നും വെച്ചില്ല, സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കൂട്ടുകാർ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.